സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ദേഹാസ്വാസ്ഥ്യം. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രിയുടെ ECG പരിശോധന പൂർത്തിയായി. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇപ്പോൾ തന്ത്രി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, എന്താണ് തന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ജനറൽ ആശുപത്രിയിലേക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ 1 മണിക്കൂർ മുമ്പാണ് എത്തിച്ചത്. ഇവിടെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ECG പരിശോധന പൂർത്തിയാക്കി. അധിക രക്തസമ്മർദ്ദമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് രക്തത്തിന്റെ പരിശോധന കൂടി നടത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ അകത്ത് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആ പരിശോധനകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നഴ്സുമാരെത്തി അദ്ദേഹത്തിന് ഈ രക്തപരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അരമണിക്കൂർ സമയം ഇവിടെ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ബ്ലഡ് എക്സാമിനേഷൻ റിസൾട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ, പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരികയുള്ളൂ എന്നാണ് സൂചന. ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് ജനറൽ ആശുപത്രിക്കുള്ളിലേക്ക് ഡോക്ടറെ കാണുന്ന മുറിക്കുള്ളിലേക്കൊക്കെ എത്തിയത്. അവിടെ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എന്ന് ജയിൽ അധികൃതരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തെ ആദ്യം കരമനയിലുള്ള ആശുപത്രിയിലും അവിടെ നിന്ന് പിന്നീട് ജനറൽ ആശുപത്രിയിലും എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കെയാണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന് കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. കൊല്ലത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം രാത്രി വൈകി ഏതാണ്ട് 11 മണിയോടെയാണ് തിരികെ തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് സമീപത്തുള്ള സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കുന്നത്. അത്രയധികം നേരം യാത്ര ചെയ്യേണ്ടി വന്ന സാഹചര്യം. അതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ മടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ശരിയായി ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം നോട്ട് ഫീലിംഗ് വെൽ എന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് രാവിലെ അറിയിക്കുകയും അദ്ദേഹത്തെ കരമനയിലുള്ള ആശുപത്രിയിൽ ആദ്യം എത്തിക്കുകയും ചെയ്തത്. അങ്ങനെ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. കനത്ത പോലീസ് കാവലിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ രക്തപരിശോധനയുടെ ഫലം കൂടി വന്നതിന് ശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ അദ്ദേഹവുമായി ഡിസ്ചാർജ് വാങ്ങി ഡോക്ടർമാർ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകായിരിക്കും. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യം. ഡോക്ടർമാർ പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം തല ഉയർത്തി പോലീസ് ഉദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർമാർ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ച സ്ഥിതിയിലല്ല. അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന സൂചനകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റേതെങ്കിലും മരുന്നുകളോ മറ്റോ കഴിക്കുന്നുണ്ടായിരുന്നോ ഇതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയുന്നുണ്ട് ഡോക്ടർമാർ എന്നാണ് മനസ്സിലാക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം ഒരുപക്ഷെ ഈ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തെ ഒന്നുകിൽ ഇവിടെ നിന്ന് മാറ്റുകയായിരിക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. അതല്ല എങ്കിൽ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇതിലേതാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെ ആ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും വലിയ പോലീസ് കാവലിലാണ് തന്ത്രി കണ്ഠരര് രാജീവർ. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്കുള്ളിലെ OP വാർഡിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ എത്തിക്കുന്നതറിഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ എത്തി ECGയുടെ പരിശോധന നടക്കുകയും അതോടൊപ്പം രക്തപരിശോധന ആവശ്യമായി വരികയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒരുപക്ഷെ അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പരിശോധനകളുടെ ഭാഗമായി തന്ത്രി കണ്ഠരര് രാജീവരെ എത്തിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഡാനിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. അവിടെ
ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അദ്ദേഹത്തെ എത്തിച്ചതാണ്. പരിശോധനകൾ നടക്കുകയാണ്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കുമെന്ന ചില സൂചനകളുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾക്കായി വീണ്ടും ഡാനിലേക്ക് എത്താം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് പോകാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അന്വേഷണത്തിന് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ചൊവ്വാഴ്ച തന്ത്രി ജാമ്യാപേക്ഷ നൽകുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വാങ്ങാനായിരുന്നു SITയുടെ നീക്കം. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണം. തന്ത്രിയെ ഇതിനായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയും. പ്രാഥമികമായ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷമാണ് രണ്ടാം ഘട്ടം ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരെ SITയുടെ ഇഞ്ചക്കല്ലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയുമൊക്കെ ചെയ്തിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഹിതം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് ലഭിച്ചതായുള്ള പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലില്ല. പക്ഷേ മൗന അനുവാദം നൽകുകയായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾക്ക് എന്ന ഗുരുതരമായ പരാമർശമാണ് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് താന്ത്രിക വിധി പ്രകാരമല്ലാതെ ദേവന്റെ അനുജ്ഞ കൂടാതെ ഈ പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി കൊടുത്തുവിടുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ 2004 മുതലുള്ള ബന്ധമുണ്ട്. 2004 മുതൽ 2008 വരെ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി അദ്ദേഹം അവിടെ സേവനം ചെയ്യുന്ന സമയം മുതൽ തുടങ്ങിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ടുള്ള ബന്ധം. മറ്റൊരു ക്ഷേത്രത്തിന്റെ ചുമതലയിലും തന്ത്രി കണ്ഠരര് രാജീവർ ഉണ്ടായിരുന്നപ്പോൾ അവിടെയും സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 10-15 വർഷത്തിനും അധികമുള്ള ബന്ധം ഇരുവർക്കുമിടയിലുണ്ട്. ആ ബന്ധം ഈ കുറ്റകൃത്യത്തിൽ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ള നടത്തിയതിലൂടെ തന്ത്രിക്ക് ലഭിച്ചു എന്ന് പ്രത്യക്ഷമായി ഒരു പരാമർശവും റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല എങ്കിലും അവിടെ സൂചിപ്പിക്കുന്ന കാര്യം ഈ കുറ്റകൃത്യം നേരത്തെ തന്നെ അറിഞ്ഞിട്ടും, അതായത് ഈ പാളികൾ അവിടെ നിന്ന് 2019 കൊണ്ടുപോയി എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടും അതിനുശേഷം നടന്ന പൂജാവേളകളിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, തന്ത്രിയുടെ സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇതൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിനെയോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെയോ വിവരങ്ങൾ ധരിപ്പിച്ചില്ല? അതുതന്നെയാണ് മൗനാനുവാദം നൽകിയെന്ന പരാമർശത്തിലൂടെ SIT റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ തന്ത്രിയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തുടർ നീക്കങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം കിടക്കുക. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയി കസ്റ്റഡി അപേക്ഷ നൽകി ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരിക്കും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അതോടൊപ്പം തന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് എടുത്തതിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും നീക്കം. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ഉടൻ തുടങ്ങും. SIT പ്രതികളാക്കിയ എല്ലാവരും EDയുടെ പ്രതിപട്ടികയിൽ ഉണ്ടാകും. 2019 മുതൽ 2025 വരെയുള്ള ഇടപാടുകൾ ED പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ED ഇതുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ശബരിമലയിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള എല്ലാ പ്രതികളും ഇതിന്റെ EDയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ, അതായത് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എറണാകുളം സോണൽ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പ്രധാനമായും കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ ആളുകളിലും ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുമായിരിക്കും ആദ്യഘട്ടത്തിൽ ED അന്വേഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് PMLA കേസാണ് രജിസ്റ്റർ PMLA വകുപ്പുകൾ പ്രകാരം ആണ് ED കേസെടുത്തിരിക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ, 2019
മുതൽ 25 വരെയുള്ള ഇവരുടെ എല്ലാം ട്രാൻസാക്ഷൻസിന്റെ രേഖകൾ ഇഡി ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ബാങ്ക് ഇടപാടുകൾ, ഇവർ ശേഖരിച്ചിട്ടുള്ള പണത്തിന്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ചിട്ടുള്ള പണത്തിന്റെ വിവരങ്ങൾ, സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇഡി പരിശോധിക്കും. ഇത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വരികയാണെങ്കിൽ ഈ ആളുകളുടെ എല്ലാം സ്വത്ത് ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇഡി പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇഡി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള തന്ത്രി കണ്ഠർ രാജീവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് ശബരിമലയിൽ ഇടപെടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്ത കണ്ഠർ രാജീവരുമായി ബന്ധപ്പെട്ടും ഇഡി അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ SIT ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ അന്വേഷണ പരിധിയിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ പ്രത്യേക അനുമതി ഇഡിക്ക് ആവശ്യമുണ്ടായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇഡിക്ക് രേഖകൾ നൽകാൻ SITക്ക് നിർദ്ദേശം നൽകിയത്. അതേ തുടർന്നാണ് ഇഡി അന്വേഷണം ഏറ്റെടുത്തത്. അതായത് ഈ SIT അന്വേഷണം നടത്തുന്നതിന് സമാന്തരമായ അന്വേഷണം ഇഡി നടത്തി വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോട് കൂടിയാണ് ഇഡി ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളത്. അതിൽ വ്യക്തമായ അന്വേഷണം ഇഡി ഇതിനകം നടത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച മുതൽ ഓരോരുത്തരെയായി ഇഡി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ് ഇഡിയുടെ തുടർ നടപടി. തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുകയാണ്. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നീക്കമെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ആരോപണം. അതേസമയം അന്വേഷണ സംഘം ശരിയായ ദിശയിലാണെന്ന് പ്രതികരിച്ച് കരുതലോടെയാണ് സർക്കാരും CPM. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠർ രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഡാൻ കുര്യൻ, ഡാൻ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ മാറ്റുകയാണോ? അതെ, ഡ്രോപ്പ് സി ടെസ്റ്റിൽ വേരിയേഷൻ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്ന് തന്ത്രി കണ്ഠർ രാജീവരുമായിട്ടുള്ള വാഹനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വലിയ പോലീസ് സുരക്ഷയിൽ കടന്നുപോവുകയാണ്. അദ്ദേഹത്തിന് 3 തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതിൽ ECGയിൽ വലിയൊരു വേരിയേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഡ്രോപ്പ് ടി ടെസ്റ്റിൽ നടത്തിയ പരിശോധനയിലുണ്ടായ വേരിയേഷനാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് വിദഗ്ധമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. വലിയ പോലീസ് കാവലിലാണ് ഈ വാഹനം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കടന്നു പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ആദ്യം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ വിദഗ്ധമായി ഈ ഡ്രോപ്പ് ടി ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ അതിൽ സംഭവിച്ച വ്യതിയാനമാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അത്തരത്തിലൊരു പരിശോധന അത് തുടർന്ന് വിദഗ്ധമായ പരിശോധന അതൊരു പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നേക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും തന്ത്രിയെ എത്തിക്കുന്നത് അറിഞ്ഞ് വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു ജനറൽ ആശുപത്രി പരിസരം. തന്ത്രിയെ കാണുന്നതിനായി നിരവധി ആളുകളാണ് ഈ പരിസരത്ത് തടിച്ചുകൂടുകയും ചെയ്തത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. ഡ്രോപ്പ് ടി ടെസ്റ്റ് അത് സാധാരണഗതിയിൽ ഹൃദ്രോഗം സംബന്ധിച്ച ഒരു പരിശോധനയാണ്. ഹൃദ്രോഗ സാധ്യതകൾ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കാണുന്നതിന് വേണ്ടിയുള്ളൊരു പരിശോധനയാണ് ഡ്രോപ്പ് ടി ടെസ്റ്റ്. ഈ പരിശോധന ഡ്രോപ്പ് ടി എന്ന രക്തപരിശോധനയിൽ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ECGയിൽ തന്ത്രിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഡ്രോപ്പ് ടി ടെസ്റ്റിലുള്ള വ്യതിയാനത്തെ തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ ഡാൻ തുടരുന്നുണ്ടെങ്കിൽ ഡാൻ ഇന്നലെ വലിയ രീതിയിലുള്ള യാത്രകളുണ്ടായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം വലിയ സമ്മർദ്ദത്തിലായിരുന്നിരിക്കണം. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇന്ന് രാവിലെ ജയിൽ അധികൃതരെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ട് എന്നറിയിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്.
മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴാണ് വരുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങളൊക്കെ നോക്കാം. ഇത് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറുമ്പോൾ എന്താണ് നേതാക്കളുടെ പ്രതികരണം നോക്കാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിൽ ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എൻ്റെ സത്യം. സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്. ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും. ആ 2 പേരിൽ 2 പേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ വഴിപാട് കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെയായിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെ. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ മന്ത്രിമാരായിരിക്കുന്നത്? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളൊക്കെ കൊടുത്ത് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ
ഓരോ ഘട്ടത്തിലും അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. നിങ്ങളൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിധി വരുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നതാണ്. അതുപോലെ മറ്റു പല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT വരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. ഇത് ഞങ്ങള് ഒരു ഘട്ടത്തിലും ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത്. ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോടതി രേഖാമൂലം നിരീക്ഷണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തിൽ. അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ബേജാറാവുന്നത്? ഇപ്പൊ പാരഡി പാടിയ ഉത്സാഹം കാണുന്നില്ലല്ലോ, പരിഭ്രാന്തിയാണല്ലോ കാണുന്നത്. ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു SITക്കെതിരായി പ്രതിപക്ഷ നേതാവ് ചാടി വീണ് ആരോപണം ഉന്നയിച്ചത്? ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവിന്റെ നിരീക്ഷണത്തിലാണ് നടത്തേണ്ടത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറയുന്ന നിലയിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്, അതോ ഹൈക്കോടതി പറയുന്ന പോലെയാണോ? TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇതിപ്പോൾ വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും തന്ത്രി മാത്രം പോരാ, മന്ത്രി കൂടി വേണം എന്ന നിലപാടിൽ നിൽക്കുമ്പോൾ പ്രതിരോധങ്ങൾ ഇപ്പോൾ നമ്മൾ MP രാജേഷ് പറയുന്നത് പോലെയുള്ള പ്രതിരോധങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ഇത് രണ്ട് തരത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈ പൊള്ളുന്ന വിഷയമാണെന്ന് സർക്കാരിനും നല്ല ധാരണയുണ്ടല്ലോ. നിലവിൽ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ മാറുന്നത്? ശ്രീജ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ശബരിമല സ്വർണ്ണ കൊള്ള വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ്. അതിന് ഇരുതല മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു വേണം മുന്നോട്ട് പോകുക എന്ന ബോധ്യം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയും കരുതലും പൊതുവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഈ വിഷയത്തിലുണ്ട്. ഒരേ സമയം തന്ത്രിയെ പൂർണ്ണതോതിൽ പിന്തുണയ്ക്കാതെയും എന്നാൽ ആ നടപടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകളും വ്യത്യസ്തതകളും ഒക്കെയാണ് ഇതുവരെ പുറത്തു വന്ന രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും BJPയും ഏറെക്കുറെ സമാനമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതായത് തന്ത്രിയെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ അത് മന്ത്രിയെ രക്ഷിച്ചുകൊണ്ടാവില്ല. അതായത് കടകംപള്ളി സുരേന്ദ്രനെയാണ് അവർ ലക്ഷ്യമിടുന്നത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ട് തന്ത്രിയെ മാത്രം കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാവുന്നത് എന്നതാണ് ആക്ഷേപം. ഇന്നലെ ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ മൗനം പാലിച്ച രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അറസ്റ്റിന് ഇടയിൽ മന്ത്രി തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നു എന്ന തന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് സ്വാഭാവികമായും ഇത്തരമൊരു നീക്കത്തിന് കാരണമായിട്ടുമുണ്ട്. ഇതിനകം തന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ ചില പ്രാദേശിക നേതാക്കളൊക്കെ ചെങ്ങന്നൂരെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. എന്തായാലും തന്ത്രിക്കൊരു പൂർണ്ണ പരസ്യ പിന്തുണയൊന്നുമല്ല BJP പ്രഖ്യാപിക്കുന്നത്. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ എന്ന നിലപാടുണ്ട്. അതേസമയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കമുള്ളവരെ രക്ഷിക്കാൻ ബോധപൂർവമായി നീക്കമുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. കോൺഗ്രസും സമാന നിലപാട് തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. അതേസമയം സർക്കാർ കേന്ദ്രങ്ങൾ കരുതലിലാണ്. പ്രത്യേകിച്ച് മന്ത്രിമാർ, ഈ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രിമാരെല്ലാം SIT കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. SITക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്, കോടതി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് SIT മുന്നോട്ട് പോകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതായത് തന്ത്രിയുടെ അറസ്റ്റിനെ ഒരു വലിയ രീതിയിൽ ഏറ്റെടുക്കാൻ സർക്കാർ കേന്ദ്രങ്ങൾ തയ്യാറാവുന്നില്ല, ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. അതിൻ്റെ കാരണവും അതുതന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ അങ്ങേയറ്റം ജാഗ്രത പാലിച്ചു തന്നെയാണ് ഈ വിഷയം രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈകാര്യം ചെയ്തു. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട് സന്ദർശിച്ച് BJP നേതാക്കൾ. അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ്
ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി അടക്കമുള്ള നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലെത്തിയത്. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതായും ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. സ്വാഭാവികമായും ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രി അറിയാതെ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്കാർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. ശബരിമല തന്ത്രി കുടുംബം നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴുന്നത് ഇതാദ്യമായല്ല. ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴമൺ മഠത്തിന്റെ മുഴുവൻ സൽപ്പേരും ചോദ്യം ചെയ്ത ആദ്യ സംഭവമുണ്ടായത് 2 പതിറ്റാണ്ട് മുൻപാണ്. ഇപ്പോൾ അറസ്റ്റായ തന്ത്രി കണ്ഠരര് രാജീവരുടെ പിതൃ സഹോദരനും അന്നത്തെ ശബരിമല വലിയ തന്ത്രിയുമായ കണ്ഠരര് മഹേശ്വരരുടെ മകൻ കണ്ഠരര് മോഹനരാണ് അന്ന് കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കിയത്. തന്ത്രി കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സംഭവമുണ്ടായത് 2006-ലാണ്. ആ വർഷം ജൂലൈ 23-ന് മോഹനര് കൊച്ചിയിലെ ഷോഫയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിലണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നായിരുന്നു കേസ്. തുടർന്ന് ശാന്ത എന്ന സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസുകളിലെ ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് 2012-ൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളായ ശോഭ ജോൺ, ബിച്ചു റഹ്മാൻ, കേപ്പനി, അബ്ദുൾ സത്താർ, മജീദ്, ഷെരീഫ് എന്നിവർക്ക് 7 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. അബ്ദുൾ സഹദ്, അസീസ്, ബിജി പീറ്റർ എന്നീ പ്രതികളെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബിച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് 3 തവണ തന്ത്രി മോഹനര് ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരിയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നായിരുന്നു തന്ത്രിയുടെ വാദം. ശാന്ത ഏർപ്പാടാക്കിയ വേലക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ 4-ാം പ്രതി ബിച്ചു റഹ്മാനും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് പോലീസും കണ്ടെത്തിയത്. തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അന്ന് അംഗീകരിക്കുകയുമുണ്ടായി. എന്നാൽ വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ബ്ലേഡ് മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം നിരവധി കേസുകൾ പ്രതിയായ ശോഭ ജോണുമായുള്ള തന്ത്രിയുടെ ബന്ധം കേസിന്റെ പല ഘട്ടങ്ങളിലും വലിയ സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്തിയാദരപൂർവ്വം കാണുന്ന തന്ത്രിയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു. 2007-ൽ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ തന്ത്രി മോഹനരോട് മന്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചതും മാധ്യമവാർത്തകൾ നിറഞ്ഞ സംഭവമാണ്. മോഹനരുവിനെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. പിന്നീട് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ബോർഡ് നിലപാട് മാറ്റിയത്. താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച് മോഹനരുവിനെതിരെ 2019-ൽ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. ശബരിമല വലിയ തന്ത്രിയായിരുന്ന ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴമൺ മഠത്തിലെ കണ്ഠരര് മഹേശ്വരരുവിന്റെ മൂത്ത മകനാണ് കണ്ഠരര് മോഹനര്. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഇദ്ദേഹത്തിന്റെ മകനും രാഹുൽ ഈശ്വർ സഹോദരീ പുത്രനുമാണ്. കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ മോഹനരുവിന് പിന്നാലെ ഭക്തരുടെ മനസ്സിലെ മറ്റൊരു വിഗ്രഹം കൂടിയാണ് തകരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് താഴമൺ തന്ത്രി കുടുംബം ഒരിക്കൽ കൂടി വിവാദത്തിൽപ്പെട്ടിരുന്നു. അത് 2006-ൽ കന്നഡ നടി ജയമാല നടത്തിയ വെളിപ്പെടുത്തലോടെയാണ്. അക്ഷരാർത്ഥത്തിൽ വിശ്വാസി സമൂഹം മുഴുവൻ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടി.
ശബരിമല ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പ വിഗ്രഹത്തെ സ്പർശിച്ച് പ്രാർത്ഥിച്ചു എന്നായിരുന്നു അന്ന് ജയമാലയുടെ വെളിപ്പെടുത്തൽ. ശ്രീകോവിലിനുള്ളിൽ ഉള്ളവരുടെ സഹായമില്ലാതെ ഇത് സാധ്യമാകില്ല എന്നതാണ് അക്കാലം മുതലുള്ള വിലയിരുത്തൽ. തന്ത്രിക്കേസും സ്വർണ്ണക്കൊള്ളയും മാത്രമല്ല താഴ്മൺ തന്ത്രി കുടുംബത്തിനുമേൽ അവമതിയുടെ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. കന്നഡ ചലച്ചിത്ര നടി ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൽ തൊട്ടുവെന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. 2006 ജയമാല ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതും വിഗ്രഹത്തിൽ തൊടുന്നതും തെറ്റാണെന്നറിയില്ലായിരുന്നു. തൻ്റെ നാടായ ചിക്കമംഗളൂരിലും കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ ആർക്കും കയറി വിഗ്രഹത്തിൽ തൊടാമെന്നും ജയമാല പറഞ്ഞു. 1986 27 വയസ്സുള്ളപ്പോഴായിരുന്നു സന്നിധാനത്ത് ജയമാലയുടെ സന്ദർശനം. മുന്നിലെ തിരക്കിൽപ്പെട്ട് ശ്രീകോവിലിനുള്ളിൽ വീണുവെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നുമായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ഒരാൾ തട്ടി വീണാൽ പോലും വിഗ്രഹത്തിൽ തൊടാനാവില്ലെന്നായിരുന്നു അപ്പോഴത്തെ കണ്ടെത്തൽ. അവിടെ മുതൽ തന്നെ നടിയെ ബോധപൂർവം കയറ്റിയതാണെന്ന വാദം ശക്തമായി. വളരെ മുൻപ് സ്ത്രീകൾ എത്തിയിരുന്നുവെങ്കിലും വിഗ്രഹത്തിൽ തൊടുക എന്നത് അന്നും ഇന്നും അസാധ്യമാണ്. ആദ്യ ഭർത്താവും തെന്നിന്ത്യൻ നടനുമായ പ്രഭാകറുമൊത്താണ് വിഷു സമയത്ത് ജയമാല ശബരിമലയിൽ എത്തിയത്. പ്രഭാകറിന് കാലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നപ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് പലരും നിർദ്ദേശിച്ചിരുന്നു. 18ാം പടി കയറാനാകില്ലെന്ന് പറഞ്ഞതിനാൽ പിന്നിലെ വഴിയിലൂടെയാണ് പോയത്. ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. പ്രമുഖ നടനായതിനാൽ അദ്ദേഹത്തെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. തിരക്കിൽ താൻ ഭർത്താവിൻ്റെ ഇരുമുടിക്കെട്ട് വാങ്ങി കയ്യിൽ വെച്ചു. തിരക്കിൽ ചെന്ന് വീണത് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലാണ്. അത് എങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല. ഞാൻ ആ പാദങ്ങളിൽ തൊട്ടു പ്രാർത്ഥിച്ചു. അകത്തുണ്ടായിരുന്ന ആരോ എനിക്ക് റോസാപ്പൂവ് തന്നു. പുറത്തിറങ്ങിയപ്പോൾ അനേകം പേർ എൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അയ്യപ്പനെ തൊട്ടയാളെ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അയ്യപ്പൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ശബരിമലയിൽ 2006 നടന്ന ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത 21 ജ്യോത്സ്യന്മാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണ പണിക്കർ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമുണ്ടായെന്ന വെളിപ്പെടുത്തൽ നടത്തി. ജയമാലയിൽ നിന്ന് നേരത്തെ തന്നെ വിവരം മനസ്സിലാക്കിയ ജ്യോതിഷി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന കണ്ടെത്തലാണ് പിന്നീടുണ്ടായത്. പ്രശസ്തി ലാക്കാക്കി സഹായിയായ AN രഘുപതിയുടെ സഹായത്തോടെ നടി ജയമാലയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രേരിപ്പിച്ചുവെന്നും ഈ നടപടി ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നതിൻ്റെയും പേരിലായിരുന്നു ഒടുവിൽ ജ്യോത്സ്യരെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തത്. കേസ് 2012 ജൂലൈയിൽ ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളായ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ജയമാല, ബംഗളൂരു സ്വദേശി AN രഘുപതി എന്നിവർക്കെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയ കോടതി ഇവർക്കെതിരെയുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ തുടർ നടപടികളും റദ്ദാക്കി. അയ്യപ്പ വിഗ്രഹമല്ല മറ്റൊരു വിഗ്രഹമാണ് തൊട്ടതെന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിലർ തന്നെ സമീപിച്ചുവെന്ന് പിന്നെയും ജയമാല വെളിപ്പെടുത്തി. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിലാണ് ഞാൻ സ്പർശിച്ചത്. ഏറ്റവും ഒടുവിലും ജയമാലയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ തൊടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് സഹായിച്ചവരെക്കുറിച്ച് ജയമാല പറയാത്തത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ഇതേ ദൈവതുല്യരും. മറ്റു വാർത്തകൾ നോക്കാം. ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ AK ബാലൻ. ജമാഅത്തയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചു. നോട്ടീസിലെ എല്ലാ കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ്. കോടതിയും കേസും തനിക്ക് പുത്തരിയല്ല. ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നും AK ബാലൻ പറഞ്ഞു. തന്നെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാൻ ശ്രമിച്ചു. മതനിരപേക്ഷതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ലെന്നും തന്റെ പ്രസ്താവന വിവാദമാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്നും AK ബാലൻ പ്രതികരിച്ചു. വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരുപാധിക മാപ്പും പിന്നെ അനുബന്ധ ചെലവും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. മലയാള ഭാഷാ ബില്ലിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിലപാടിനെ വിമർശിച്ച മന്ത്രി P. രാജീവ്. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ തെറ്റായ നിലപാട് സ്വീകരിക്കുകയാണ്.
ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാനും കത്തിടപാടുകൾ നടത്താനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷാ ബിൽ നാടിന്റെ പൊതുവികാരമാണെന്നും മലയാളിക്കെതിരെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ സത്യം പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനില്ലേ എന്നും മന്ത്രി ചോദിച്ചു. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു. അതിന് അംഗീകാരം കിട്ടിയില്ല. നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല. കന്നഡ, തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത്. അതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ കത്തിടപാടുകൾ, ഔദ്യോഗിക കത്തിടപാടുകളെല്ലാം അവരുടെ ഭാഷയിലാണ്. അപ്പോൾ പഴയ ബില്ല് നോക്കിയിട്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. മലയാള ഭാഷാ ബില്ല് കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മൌലിക അവകാശങ്ങൾ തകർക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും കർണാടക മുഖ്യമന്ത്രിയുടെ വിമർശനം. മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നുവെന്ന കർണാടക മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അപകടകരമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഭാഷാ ന്യൂനപക്ഷ ബില്ലിൽ അങ്ങനെയില്ല. ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രസ്താവന സിദ്ധരാമയ്യ പിൻവലിക്കണം. സംഘപരിവാറിനെ പോലെ വിദ്വേഷത്തിന് കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും ബുൾഡോസർ കൊണ്ട് വീട് തകർത്തതിൽ കേരളം പ്രതികരിച്ചതിന്റെ പ്രതികാരമാണിതെന്നും എം ബി രാജേഷ് പറഞ്ഞു. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ്. സിദ്ധരാമയ്യയെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇത്തരം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് വസ്തുതകൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാകുമായിരുന്നല്ലോ. അദ്ദേഹം ഏത് ബില്ലിന്റെ കാര്യമാണ് പറയുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കണം. നിയമസഭ പാസാക്കിയ ബില്ലിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നുമില്ല. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് എല്ലാ കത്തിടപാടുകളും സെക്രട്ടേറിയറ്റോ വകുപ്പ് മേധാവികളോ ഒക്കെ ആയിട്ടുള്ള കത്തിടപാടുകൾ അവരുടെ ഭാഷയിൽ നടത്താം, മറുപടി അവരുടെ ഭാഷയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് മലയാളം നിർബന്ധിതമല്ല, അവരുടെ ഭാഷ തിരഞ്ഞെടുക്കാം എന്ന് ബില്ലിൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. എന്നിട്ട് നേരെ വിപരീതമായിട്ട് സിദ്ധരാമയ്യയെ പോലുള്ള ആൾ പറയുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടത്. ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. നാളെ സംസ്ഥാന കോർ കമ്മിറ്റിയിലും NDA നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ സമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. CPM മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് BJP നേതൃത്വം പ്രഖ്യാപനം നടത്തുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഏറെ നാളായി ഇത്തരം അഭ്യൂഹങ്ങൾ വായുവിലുണ്ട്. പക്ഷേ അത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ രാജേന്ദ്രന്റെ BJP പ്രവേശനം ഉണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്?
ശ്രീജ, തീർച്ചയായും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ രാജേന്ദ്രൻ ബി ജെ പി പങ്കാളിയാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് ബി ജെ പി നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയെന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നിഷേധിച്ചിരുന്നു. കാലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാജേന്ദ്രൻ CPM-മായി അകലുന്നത്. അന്ന് എ രാജയുടെ ദേവികുളത്തെ നിലവിലെ MLA എ രാജയുടെ പ്രചരണത്തിൽ എ രാജയെ പരാജയപ്പെടുത്താൻ വേണ്ടി എസ് രാജേന്ദ്രൻ പരിശ്രമിച്ചു എന്നൊരു ആരോപണം ഉയരുകയും തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമായിരുന്നു. തുടർന്ന് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. CPM ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള ആരോപണങ്ങളുണ്ടായി. ഒപ്പം മൂന്നാറിലെ പ്രാദേശിക നേതൃത്വത്തിനൊക്കെ എതിരെ രാജേന്ദ്രൻ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെ ഒതുക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ രാജേന്ദ്രൻ ഉയർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമെന്നുള്ള ഒരു സൂചനയും പലതവണ ഉണ്ടാകുകയും ചെയ്തു. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പലതവണ ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ രാജേന്ദ്രൻ അന്നത്തെ ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജോസ് ജോർജിന്റെ പ്രചരണാർത്ഥം മൂന്നാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ LDF-ന്റെ വേദിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. BJP-യിലേക്ക് പോകും, BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആണ് കഴിഞ്ഞ തവണ ഈ ഇത്തരത്തിലൊരു വേദിയിൽ LDF-ന്റെ വേദിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. എന്നാൽ അന്ന് രാജേന്ദ്രന്റെ പ്രത്യേകിച്ച് ജോസ് ജോർജിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. മറ്റ് ആളുകളുമായി വോട്ട് പ്രതികാരമൊന്നും അദ്ദേഹം ഇറങ്ങിയിരുന്നില്ല. LDF-ന്റെ ഒരു പ്രചാരണ വേദിയിൽ പങ്കെടുത്തുന്നുള്ള മറ്റ് നടപടികളിലേക്ക് ഒന്നും നീങ്ങുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ CPM-ൽ നിന്ന് അകത്ത് നിൽക്കുന്ന രാജേന്ദ്രൻ BJP-യിലേക്ക് എന്നുള്ള കൃത്യമായ സൂചനയാണ് നൽകുന്നത്. സംസ്ഥാന നേതൃത്വമായി BJP സംസ്ഥാന നേതൃത്വമായി സംസാരിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു ഇടപെടൽ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകും. മൂന്നാറിൽ വെച്ച് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തരത്തിലുള്ള ഒരു സൂചനയാണ് രാജേന്ദ്രൻ നൽകുന്നത്. എന്തായാലും രാജേന്ദ്രനെ സംബന്ധിച്ചോളം ദേവികുളത്തെ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ കൃത്യമായ ഒരു സ്ഥാനമുള്ള നേതാവാണ്, പ്രവർത്തകരാണ്, വലിയ തൊഴിലാളികളുടെ വലിയ പിന്തുണയുള്ളൊരു നേതാവാണ്. എന്തായാലും രാജേന്ദ്രൻ BJP-യിലേക്ക് കടന്നു വരുന്നത് BJP ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന സൂചന കൂടി രാജേന്ദ്രൻ തരുന്നുണ്ട്. ശരി, ഫ്രണ്ട്സാണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുകയാണ്. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങളും ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത്. പരിചയസമ്പന്നരെ ഒഴിവാക്കി യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയായിരുന്നു 2021 CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. എന്നാൽ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗത്തെയും ഇത്തവണ രംഗത്തിറക്കാനാണ് CPM-ന്റെ തീരുമാനം. അതിനായി വ്യവസ്ഥയിലും ഇളവ് നൽകും. ഇതോടെ ഇത്തവണ പുതുമുഖങ്ങൾക്ക് കാര്യമായ പ്രാതിനിധ്യം പട്ടികയിൽ ലഭിക്കാനിടയില്ല. 2021 CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുതുമുഖങ്ങളുടെ വലിയ സാന്നിധ്യമായിരുന്നു. മുതിർന്ന നേതാക്കളെ, ഒരു പിടി മുതിർന്ന നേതാക്കളെ, AP ജയരാജനും AK ബാലനും TM തോമസ് ഐസക്കും G സുധാകരനും അടക്കമുള്ള പരിചയസമ്പന്നരായ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പിടി നേതാക്കളെ മാറ്റി നിർത്തിയാണ് CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിൽ അത് വലിയൊരു അത്ഭുതമുണ്ടാക്കിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തു. ആ പ്രധാനപ്പെട്ട നേതാക്കളുടെ സീറ്റുകളിലൊക്കെ അതേ ആളുകൾ ജയിച്ചു വന്നു. യുവാക്കളുടെ വലിയൊരു നിര നിയമസഭയിലേക്ക് 2021 കടന്നു വന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത് മന്ത്രിസഭാ രൂപീകരണത്തിന് സമാനമായ രീതിയാണ് CPM സ്വീകരിച്ചത്. പുതുമുഖങ്ങൾക്ക് പരമാവധി അവസരം കൊടുത്തു, പരിചയസമ്പന്നരെ മാറ്റി നിർത്തി. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര അധികം ഗുണം ചെയ്തില്ല. അത് MLA-മാരുടെ പെർഫോമൻസ് എന്ന രീതിയിൽ എടുത്തു നോക്കിയാലും മന്ത്രിമാരുടെ പ്രകടനം നോക്കിയാലും ഒന്നും ആ രീതിയിൽ ഗുണം ചെയ്തില്ല എന്ന വിമർശനം പല തവണ CPM-ന്റെ നേതൃയോഗങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ ഇത്തവണ CPM പുതുമുഖങ്ങൾക്ക് അവസരം കുറയ്ക്കാൻ ആലോചിക്കുന്നത് ആ കാരണം കൊണ്ട് മാത്രമല്ല, പകരം വിജയിച്ചത് വിജയമെന്നത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ ഈ നിലവിലെ MLA-മാർ മത്സരിച്ചാൽ മാത്രമേ ജയസാധ്യതയുള്ളൂ എന്ന മണ്ഡലങ്ങളിൽ അവർ തന്നെ വീണ്ടും അണിനിരത്തും. അങ്ങനെയെങ്കിൽ ടേം വ്യവസ്ഥയിൽ CPM ഇളവ് നൽകാൻ ഇപ്പോൾ തന്നെ ആലോചനകൾ ശക്തമാണ്. അങ്ങനെ വരുമ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം കുറയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്.
ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴും ചിലയിടങ്ങളിലൊക്കെ പുതുമുഖങ്ങളെ അണിനിർത്തിയേ മതിയാകും. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ സിറ്റിംഗ് എംഎൽഎമാരോ ഒക്കെ മാറി നിൽക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അത്തരത്തിൽ പുതിയ ആളുകളെ പരിഗണിക്കേണ്ടി വരും. ചിലയിടങ്ങളിൽ ജില്ലാ സെക്രട്ടറിമാർ എംഎൽഎമാർ ജില്ലാ സെക്രട്ടറിമാരായി മാറിയ സാഹചര്യമുണ്ട്. അവിടെ ഉദാഹരണത്തിന് തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലങ്ങൾ അവിടെ വി രമേശൻ, VPP മുസ്തഫ തുടങ്ങിയ പേരുകൾ CPM പരിഗണിക്കുന്നുണ്ട്. കണ്ണൂരിൽ VK സനോജ്, M ഷാജർ, MV നികേഷ് കുമാർ തുടങ്ങിയ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പുതുതായി കടന്നു വരാൻ വലിയ സാധ്യതയുള്ള പേരുകളാണ്. കോഴിക്കോടും വി വസീഫ് ഡിവൈഎഫ്ഐയുടെ നേതാവ്, കൊയിലാണ്ടിയിലും SK സജീഷ്, ഒരുപക്ഷെ TP രാമകൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിൽ പേരാമ്പ്രയിലും മുസാഫർ അഹമ്മദ്, PP ദിവാകരൻ എന്നീ പേരുകളുമൊക്കെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉയർന്നു വരുന്നു. മുതിർന്ന നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ മത്സരിച്ചേക്കും. കൊല്ലത്ത് SR അരുൺ ബാബുവിൻ്റെ പേര്, DYFI പേരുണ്ട്. അങ്ങനെ ചിലയിടങ്ങളെങ്കിലും പുതുമുഖങ്ങൾ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ പുതുമുഖങ്ങൾക്ക് വലിയൊരു പ്രാതിനിധ്യം ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് ഇപ്പോൾ CPM നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടുവെന്ന് കൊച്ചി മേയർ VK മിനിമോൾ. പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനയ്ക്ക് ശക്തി കാണിക്കാൻ സാധിച്ചതായും സഭയിൽ നിന്ന് ശബ്ദമുയർത്തിയതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നും മിനിമോൾ പറഞ്ഞു. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മേയറുടെ പ്രസ്താവന. സഭ പിന്തുണ നൽകിയിട്ടുണ്ടാകുമെന്നും അത് തെറ്റാണെന്ന് തോന്നുന്നില്ലെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പ്രതികരിച്ചു. കൊച്ചി മേയർ സ്ഥാനം തനിക്ക് ലഭിക്കാൻ സഭ ഇടപെട്ടു എന്ന വെളിപ്പെടുത്തലാണ് മിനിമോളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് KRLCCയുടെ ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഇടയിലാണ് മിനിമോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. പ്രത്യേകിച്ചും മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ലാത്ത സാഹചര്യവും ദീപ്തി മേരി വർഗീസ് പുറത്തായ സാഹചര്യവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മിനിമോളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടാകുന്നത്. അതും പിതാക്കന്മാരെല്ലാവരും തനിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള കാര്യം തനിക്കറിയാം. ഇത് മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ ലത്തീൻ സഭയുടെ സംഘടിത ശക്തി വ്യക്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് മിനിമോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മിനിമോൾ തന്നെ സ്ഥിരീകരിക്കുകയാണ് കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്താണ് എന്നുള്ളത്. ഇക്കാര്യത്തിൽ നേരത്തെ അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദീപ്തി മേരി വർഗീസ് ഏത് സാഹചര്യത്തിലാണ് പുറത്തായത്, KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട പരാതി ഇപ്പോഴും സംസ്ഥാന KPCCയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി മിനിമോൾ രംഗത്തെത്തുന്നത്. അതും ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മിനിമോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അതേസമയം തന്നെ സഭയുടെ ഭാഗത്തു നിന്നും അത്തരം പിന്തുണ ഉണ്ടായിട്ടുണ്ടാകും, അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് കോഴിക്കോട് അതിരൂപത മെട്രോപൊലിറ്റ വർഗീസ് ചക്കാലക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അദ്ദേഹം KCBC അധ്യക്ഷൻ കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ സഭയുടെ ഭാഗത്തുനിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നത് തെറ്റല്ല, അത്തരം പിന്തുണകൾ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ മിനിമോൾക്കെന്നല്ല മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ കൂടിയും അത്തരം പിന്തുണകൾ നൽകാറുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ, അത്തരത്തിലുള്ളൊരു പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അതേസമയം സഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൃത്യമായ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യണമോ എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുന്നെങ്കിൽ പോലും മിനിമോൾക്ക് മേയർ സ്ഥാനം ലഭിക്കാൻ വേണ്ടി സഭ ഇടപെട്ടു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയറായി ആ കാര്യം വ്യക്തമാവുകയാണ് എന്നുള്ളതാണ് മിനിമോളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതും ഒരു മാധ്യമങ്ങൾക്ക് മുൻപിലുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലായിരുന്നില്ല. അതായത് ഈ KRLCCയുടെ ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മിനിമോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതും അത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും ഇത്തരത്തിൽ ആ പ്രതികരണം സ്ഥിരീകരിക്കുന്ന പ്രതികരണമായിരുന്നു വർഗീസ് ചക്കാലക്കലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ താമരയും 15ാം വേദിയായ ഡാലിയയുടെ പേര് മാറ്റിയാണ് താമര എന്ന പേര് നൽകിയത്. താമര ഒഴിവാക്കിയത് വിവാദമായതിനു പിന്നാലെയാണ് തീരുമാനം. കലോത്സവത്തിൽ ഒരു വേദിക്ക് താമര എന്ന പേര് നൽകുമെന്നും കുഞ്ഞുമക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വഴക്കും വക്കാണവും അല്ല വേണ്ടതെന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര. ഇതിനൊരു വിവാദ ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നില്ല. കഴിഞ്ഞ വർഷം പ്രോഗ്രാമിന്റെ പാലക്കാട്ട് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മലമ്പുഴ കൊട്ടേക്കാട് സംസ്കൃത അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നു. നേരത്തെ മൊഴി നൽകിയ 5 കുട്ടികൾക്ക് പുറമെ ഇപ്പോൾ 8 കുട്ടികൾ കൂടി പോലീസിന് മുന്നിലെത്തിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെയും അനിൽ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം.
സ്കൂളിലെ കൂടുതൽ കുട്ടികളെ CWC കൗൺസിലിംഗിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാത്തതിൽ സ്കൂളിലെ അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കും. 6 വർഷം മുൻപാണ് പ്രതി സ്കൂളിലെത്തിയത്. അന്നു തൊട്ടുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു. മകരവിളക്കിന് ഒരുങ്ങുകയാണ് ശബരിമല. തീർത്ഥാടകർ തമ്പടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണ്. ഉച്ചവരെ 40,000 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ശബരിമല സന്നിധാനം മകരവിളക്കിനായി ഒരുങ്ങുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഓരോ മേഖലയിലും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും അധികം തീർത്ഥാടകർ മകരവിളക്കിന്റെ സമയത്ത് തമ്പടിക്കാറുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങൾ. പാണ്ടിത്താവളം, അതുപോലെ തന്നെ കോപ്രാക്കളം, വാട്ടർ ടാങ്കിന്റെ പരിസരം തുടങ്ങി സാധാരണഗതിയിൽ മകരവിളക്കിന് തീർത്ഥാടകർ കൂടുതലായി തടിച്ചുകൂടുന്ന മേഖലകളിൽ ആ പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർ പർണശാല കെട്ടി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻപൊക്കെ അവിടെ പാചകം ചെയ്യാൻ അനുവാദം നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അവിടെ അടുപ്പ് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പർണശാല കെട്ടി താമസിക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് എത്തും. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലെ മുന്നൊരുക്കങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാകും. ഇന്നലെ പോലീസിന്റെയും മറ്റ് വകുപ്പുകൾ RIFന്റെയും മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് അല്പം കുറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എത്തിച്ചേരുന്ന തീർത്ഥാടകരിൽ വലിയൊരു ഭാഗം ഇവിടെ തന്നെ തങ്ങും എന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതിന് തക്ക ഒരു മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇന്നലെ 82,000-ലധികം പേർ മാത്രമാണ് സന്നിധാനത്തെത്തിയത്. ഇന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മണിക്കൂറിൽ 2,000-3,000 തീർത്ഥാടകർ മാത്രമാണ് പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ എവിടെയും കാത്തു നിൽക്കാതെ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് സന്നിധാനത്ത് ഇപ്പോഴുള്ളത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മകരവിളക്കിന് വേണ്ടി തീർത്ഥാടകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുണ്ടാവുക. അപ്പോൾ ആളുകൾ വന്നില്ലെങ്കിലും ഇവിടെ നിൽക്കുന്നവരുടെ എണ്ണം കൂടി കണക്കാക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാണെങ്കിലും മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാകുന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ 12-ാം തീയതിയും 13-ാം തീയതിയായിട്ട് ആരംഭിക്കും. എന്നാണെങ്കിലും മകരവിളക്കിനായിട്ട് സന്നിധാനം ഒരുങ്ങുകയാണ്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 12,875 രൂപ, പവന് 1,03,000 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 10,680 രൂപ, പവന് 85,440 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോഗ്രാമിന് 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. നമസ്കാരം.